വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. Pittapillil Agencies, the most trusted name in TV, mobiles and appliances. വെള്ളിയന്തോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോവും. ഹൈ സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ്. ഹൈ സ്ലീപ്പ് മാട്രസ്. വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കും. സീറ്റ് ലിമിറ്റ് ആവുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ, മലപ്പുറം. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. CNG റോഡിൽ നിലമ്പൂർ പോസ്റ്റ് ഓഫീസിന് മുൻവശം കല്ലായി ആർക്കേഡ് എന്ന ബിസിനസ് സമുച്ചയത്തിൽ ഓഫീസുകൾക്കും ഷോപ്പുകൾക്കും അനുയോജ്യമായ റൂം ഒഴിവുകൾ. ഗ്രൗണ്ട് ഫ്ലോറിൽ 1500 സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോറിൽ 2500 സ്ക്വയർ ഫീറ്റും റൂഫിൽ 6500 സ്ക്വയർ ഫീറ്റും ഒഴിഞ്ഞുകിടക്കുന്നു. നിലവിലെ ഒഴിവുകളിൽ താല്പര്യമുള്ളവർ 7306105147 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢവിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷെർഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെർഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. തെരഞ്ഞെടുപ്പ് പൂർത്തിയായതോടുകൂടി എല്ലാ മേഖലകളിലും ഇപ്പോൾ ഭരണമാറ്റത്തിന്റെ ആ ഒരു ആവേശത്തിലാണ് UDF ക്യാമ്പ് ഉള്ളത്. എന്നാൽ ഇടത് ക്യാമ്പിനെ സംബന്ധിച്ച് വലിയ നിരാശ അവരുടെ എല്ലാ നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും മുഖത്ത് നിഴലിക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഒരു പരാജയമൊക്കെ സ്വാഭാവികമായി ഉണ്ടാകും എന്ന് അവർ ഒരു പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ വരുമ്പോൾ ആ ഒരു ചിന്ത അവർക്കുണ്ടായിരിക്കാം. പക്ഷേ ഇത്തരത്തിലൊരു കനത്ത പരാജയം നേരിടേണ്ടി വരുമെന്നും ഇങ്ങനെ പ്രമുഖരടക്കമുള്ള ആളുകൾക്ക് വലിയ തോതിൽ അടിപതറുമെന്നൊന്നും അവർ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്നതാണ് യാഥാർത്ഥ്യം. 2001 ശേഷം സംസ്ഥാനത്ത് ഇടതുപക്ഷം നേരിടുന്ന ഏറ്റവും വലിയ കനത്ത പരാജയമാണ് ഈ പരാജയം എന്നതാണ് വസ്തുതകൾ. 2001 വലിയ പരാജയമാണ് ഇത്തവണ ഇടതുപക്ഷം സംസ്ഥാനത്ത് നേരിട്ടത്. അതുകൊണ്ട് തന്നെ വലിയ ചർച്ചകളും കാര്യങ്ങളുമൊക്കെ ഇനി വരും ദിവസങ്ങളിൽ പരാജയപ്പെട്ട ഇടത് ക്യാമ്പിൽ ഉണ്ടാകുമെന്ന കാര്യം തീർച്ചയാണ്. UDFനെ സംബന്ധിച്ച് ഇനി വരാനിരിക്കുന്നത് മുഖ്യമന്ത്രി തർക്കം മാത്രമാണ്. അത് സംബന്ധിച്ച് സംസ്ഥാന ദേശീയ തലങ്ങളിലുള്ള ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇടത് ക്യാമ്പിനെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് ആരാകണം എന്ന കാര്യത്തെക്കുറിച്ച് പോലും ഇനി വലിയ ചർച്ചകളാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ വരുന്ന വാർത്തകൾ പ്രകാരം പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനത്തേക്ക് വരാൻ അദ്ദേഹം താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്നതാണ് വാർത്തകൾ വരുന്നത്. അങ്ങനെയെങ്കിൽ ആരാകും അടുത്ത പ്രതിപക്ഷ നേതാവ്? എന്തൊക്കെ ചർച്ചകളാണ് ഇടത് ക്യാമ്പിൽ നടക്കുക? ഇതൊക്കെ ഇനി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. നമ്മുടെ മലയോര മണ്ഡലങ്ങളിലും ഇത് തന്നെയാണ് സ്ഥിതി. ഇടത് ക്യാമ്പിനെ സംബന്ധിച്ച് നിലമ്പൂർ, വണ്ടൂർ മണ്ഡലങ്ങളിലടക്കം ഇടത് ക്യാമ്പിൽ സംഭവിച്ച വോട്ട് ചോർച്ചകൾ, അതോടൊപ്പം തന്നെ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കാതിരുന്ന സാഹചര്യം, 10 വർഷത്തെ തുടർഭരണവും പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ വലിയ തോതിൽ വർദ്ധിപ്പിച്ചിട്ട് പോലും അവർക്ക് ഒരു മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചില്ല. സാധാരണ ജനവിഭാഗങ്ങളുടെ വോട്ടുകൾ പോലും അവർക്ക് ലഭിക്കാതെ പോയി. പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകളിൽ പോലും വിള്ളലുകൾ ഉണ്ടായി. അങ്ങനെ വലിയ ചർച്ചകളാണ് ഇനി വരാനിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ 4 സീറ്റുകൾ ഉണ്ടായിരുന്നത് ഇത്തവണ 4 സീറ്റും അവർക്ക് നഷ്ടപ്പെട്ടൊരു സാഹചര്യത്തിൽ ജില്ലാതലത്തിലും ഇടത് പക്ഷത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് CPMനെ സംബന്ധിച്ച് ജില്ലാതലത്തിലും ഇതൊക്കെ വളരെ നിർണായകമായ ചർച്ചകളായി മാറുമെന്ന കാര്യം തീർച്ചയാണ്. PV അൻവർ, നിലമ്പൂരിൽ MLA ആയിരുന്ന PV അൻവർ സംസ്ഥാനത്ത് ഭരണപക്ഷ MLA ആയിരുന്ന അദ്ദേഹം MLA പദവി രാജിവെച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ PV അൻവർ തൊടുത്തുവിട്ട ഒരുപാട് ആരോപണങ്ങളുണ്ട്. PV അൻവറിന്റെ വലിയ മൂർച്ചയേറിയ വാക്കുകളുണ്ട്, അമ്പുകളുണ്ട്, അദ്ദേഹത്തിന്റെ ആരോപണങ്ങളുണ്ട്. അതെല്ലാം ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ PV അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ മലപ്പുറം ജില്ലയിൽ, നിലമ്പൂരിലടക്കം എത്രത്തോളം വോട്ടർമാരെ സ്വാധീനിച്ചു എന്നതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ ഇടതുപക്ഷത്തിന് കൃത്യമായി ചർച്ച ചെയ്യേണ്ടി വരും. അതിൽ നിന്നൊക്കെ അവർക്ക് പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടി വരും, തിരുത്തലുകൾ വരുത്തേണ്ടതായി വരും. അതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ ഇടത് ക്യാമ്പിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും തെരഞ്ഞെടുപ്പ് പൂർത്തിയായതോടുകൂടി UDF ക്യാമ്പ് വലിയ കനത്ത ആത്മവിശ്വാസത്തിലും ആവേശത്തിലും ആഘോഷത്തിലുമാണ്. കാരണം അവർക്ക് ഇനി മന്ത്രി പദവികളെ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് വരാൻ പോകുന്നത്. നിലമ്പൂരിനെ സംബന്ധിച്ച് 3 MLA മാരാണ് നിലമ്പൂരിൽ നിന്നും
കേരള നിയമസഭയിൽ വരുന്നത്. 1 നിലമ്പൂരിൻ്റെ സ്വന്തം MLA ശ്രീ ആര്യാടൻ ഷൗക്കത്ത്, 2 VS ജോയ്, തവനൂരിൽ നിന്നും അട്ടിമറി വിജയം നേടിയ VS ജോയ്, 3 TP അഷറഫ് അലി, കൊണ്ടോട്ടിയിൽ നിന്ന് വിജയിച്ച TP അഷറഫ് അലി. 3 പേരും നിലമ്പൂരിൻ്റെ പുത്രന്മാരാണ്. അവരാണ് നിയമസഭയിൽ പ്രതിനിധീകരിക്കാൻ പോകുന്നത്. അപ്പോൾ നിലമ്പൂരിലെ വലിയ വിഷയങ്ങളിലൊക്കെ, നഞ്ചൻകോട് അടക്കമുള്ള വിഷയങ്ങൾ, അതുപോലെ തന്നെ നിലമ്പൂരിൻ്റെ ടൂറിസം രംഗത്തെ വിഷയങ്ങളൊക്കെ നിലമ്പൂരിൽ ഈ 3 MLA മാരും അത് ചർച്ച ചെയ്യുമെന്നൊരു പ്രതീക്ഷയിൽ കൂടിയാണ് വോട്ടർമാരുള്ളത്. അങ്ങനെയൊക്കെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കാരണം എങ്ങനെയൊക്കെയാണ് വരുന്നത്, ആർക്കൊക്കെ മന്ത്രിപദം വരും. AP അനിൽകുമാർ വണ്ടൂരിൽ നിന്നും എന്തായാലും തിളക്കമാർന്ന വിജയം നേടിയതോടുകൂടി മന്ത്രി പദവിയിലേക്ക് എത്താൻ പോവുകയാണ്. AP അനിൽകുമാർ ഏത് വകുപ്പിലേക്കാണ് വരാൻ പോകുന്നത് എന്നതൊക്കെ ചർച്ച ചെയ്യേണ്ട സമയങ്ങളാണ്. നമുക്ക് എന്തായാലും വിശദമായ വാർത്തകളിലേക്കാണ് വരുന്നത്. ഇന്ന് എന്തായാലും ഏറ്റവും പുതിയ വാർത്തകളായി പറയാനുള്ളത് CPM-നെ സംബന്ധിച്ച് CPM-ന്റെ ഉള്ളിൽ വോട്ട് ചോർച്ച ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്തകളായി നൽകാനുള്ളത്. ഇടത് ക്യാമ്പ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ഇടത് ക്യാമ്പ് ഇനി പരിശോധിക്കേണ്ടത് അവരുടെ വോട്ട് ചോർച്ചയാണ്. നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 2016 അവർക്ക് PV അൻവർ ആദ്യമായി മത്സര രംഗത്തേക്ക് വരുമ്പോൾ ഈ മണ്ഡലം പിടിച്ചെടുക്കുന്ന ആ ഒരു തെരഞ്ഞെടുപ്പിൽ 2016 77,858 വോട്ടാണ് PV അൻവർ ആര്യാടൻ ഷൗക്കത്തിനെതിരെ നേടി അന്ന് വലിയ വിജയം നേടിയത്. 2021 VV പ്രകാശിനെതിരെ മത്സരിക്കുമ്പോൾ PV അൻവർ തന്നെ 81,227 വോട്ടുകൾ CPM-ന് വേണ്ടി ഇവിടെ കരസ്ഥമാക്കുകയുണ്ടായി. എന്നാൽ 2025 ഉപതെരഞ്ഞെടുപ്പിൽ M സ്വരാജ് 66,660 വോട്ടുകളാണ് നിലമ്പൂരിൽ നേടിയത്. അത്രയും വോട്ടുകൾ അവരുടെ ഒരു കേഡർ വോട്ടുകളായിട്ടാണ് CPM കണക്ക് കൂട്ടിയിരുന്നത്. ആ വോട്ടുകളും പിന്നീട് അൻവർ പക്ഷത്തേക്ക് പോയ വോട്ടുകളും കൂടി കണക്കിലെടുക്കുമ്പോൾ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു കണക്ക് പ്രകാരം നിലമ്പൂരിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നൊക്കെയായിരുന്നു U ഷറഫ് അലിയെ കളത്തിലിറക്കുമ്പോൾ ഇടത് ക്യാമ്പ് നിലമ്പൂരിൽ പ്രതീക്ഷിച്ചിരുന്നത്. അത്തരത്തിലൊരു മുന്നേറ്റം തന്നെയാണ് അവർ കണക്ക് കൂട്ടിയിരുന്നതും. എന്നാൽ ആ മുന്നേറ്റങ്ങളെയൊക്കെ അപ്പാടെ തകർക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് 54,000 അടുത്ത് ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കയറുന്നത്. അതായത് 1,00,000 കടന്ന ഭൂരിപക്ഷം നിലമ്പൂരിൽ ലഭിക്കുന്നത്. സംസ്ഥാനത്ത് തന്നെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷം നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിൻ്റെതായി അങ്ങനെ മാറുന്നതും. അപ്പോൾ ഇത്തവണ U ഷറഫ് അലി നേടിയത് 58,735 വോട്ടുകളാണ്. അപ്പോൾ ഏകദേശം കണക്ക് പറയുകയാണെങ്കിൽ വോട്ടിംഗ് ശതമാനത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1,75,989 വോട്ടർമാരാണ് ഉപതെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നത് 2025. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ 1,87,335 വോട്ടുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ CPM-നെ സംബന്ധിച്ച് വലിയ വോട്ട് ചോർച്ച അവർക്കുണ്ടായിരിക്കുന്നു. മാത്രമല്ല SIR-ന് ശേഷം ഉയർന്നു വന്ന പുതിയ വോട്ടുകൾ, ആ വോട്ടുകളൊക്കെ കൂടുതലായും പോൾ ചെയ്യപ്പെട്ടത് UDF-ന് അനുകൂലമായാണ്. സമസ്ത മേഖലകളിലും ഒരു മുന്നേറ്റം UDF-നുണ്ടായി. ഇടത് ക്യാമ്പിൽ അവരുടെ കോട്ടകളിൽ പോലും വോട്ടുകൾ വലിയ തോതിൽ ചോർന്നിരിക്കുന്നു എന്നതാണ് നിലമ്പൂരിൽ നിന്നും നൽകേണ്ട ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത്. ആ ഒരു സാഹചര്യമായിരിക്കും ഇനി CPM ഇടത് പക്ഷം നിലമ്പൂരിൽ പരിശോധിക്കുക. എങ്ങനെയൊക്കെയാണ് വോട്ട് ചോർച്ചകൾ ഉണ്ടായത്, അതിൻ്റെ കാരണങ്ങൾ എന്താണ്, നിലമ്പൂരിനെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ അപാകത വലിയൊരു കാരണമായി മാറിയിട്ടുണ്ട് എന്നാണ് പ്രവർത്തകരുടെ ഒരു വിലയിരുത്തൽ. കാരണം U ഷറഫ് അലി എന്ന വ്യക്തിയല്ല, നിലമ്പൂർ പോലെ ഒരു മണ്ഡലത്തിൽ രാഷ്ട്രീയ പോരാട്ടം നടത്തുന്ന ഈ മണ്ഡലത്തിൽ കുറച്ചുകൂടി കരുത്തനായ ഒരു സ്ഥാനാർത്ഥി, രാഷ്ട്രീയ രംഗത്ത് തന്നെ വ്യക്തിപ്രഭാവമുള്ള, അനുഭവ പരിചയമുള്ള, കരുക്കൾ നീക്കാൻ സാധിക്കുന്ന, ഊർജ്ജസ്വലതയുള്ള ഒരു സ്ഥാനാർത്ഥി വേണമായിരുന്നു എന്നൊരു ചിന്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യമാണ് പ്രവർത്തകർ നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചത്. പക്ഷേ നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം U ഷറഫ് അലി നിലമ്പൂരിലേക്ക് വരുന്നു. U ഷറഫ് അലി മുന്നേറ്റം നടത്തുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം 58,735 വോട്ടുകൾ നേടി എന്നത് ഒരു വസ്തുതയാണ്. എന്നിരുന്നാൽ പോലും ഇങ്ങനെയൊരു മത്സരം നടക്കുന്ന ഒരിടത്തേക്ക് കുറച്ചുകൂടി കരുത്തനായ ഒരു സ്ഥാനാർത്ഥി വന്നിരുന്നുവെങ്കിൽ അത് കുറച്ചുകൂടി നേട്ടമുണ്ടാക്കാൻ സാധിക്കുമായിരുന്നു എന്നൊരു വിലയിരുത്തലുണ്ട്. പക്ഷേ സംസ്ഥാന വ്യാപകമായി ആഞ്ഞടിച്ച ഈ ഒരു UDF കൊടുങ്കാറ്റിൽ, UDF-ന്റെ ഈ ഒരു വലിയ സുനാമിയിൽ നിലമ്പൂരും അതിനോടൊപ്പം ഒഴുകിപ്പോയി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. വോട്ടുകളുടെ കണക്കെടുക്കുമ്പോൾ ഇടത് ക്യാമ്പ് ഇനി കൂടുതൽ ചോർച്ചകളെ സംബന്ധിച്ച് കൂടുതൽ വിശദമായി ആഴത്തിൽ പഠിക്കേണ്ടിയിരിക്കുന്നു എന്നത് തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ NDA സംബന്ധിച്ച് അവർക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാനൊന്നും ഒരു മണ്ഡലങ്ങളിലും, നിലമ്പൂർ ഏറനാട് മണ്ഡലങ്ങളിലും സാധിച്ചിട്ടില്ല എന്നതാണ് ഈ ഒരു വോട്ട് ഫലം വരുമ്പോൾ വ്യക്തമാകുന്നത്. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ ലഭിച്ച 8,648 വോട്ട് അതവർ 12,260 വോട്ടാക്കി ഉയർത്തി എന്നതിൽ കവിഞ്ഞ് അത് 2016 ഗിരീഷ് മേക്കാട് മത്സരിക്കുമ്പോൾ ഇതിലേറെ അല്പം കുറച്ച് വോട്ടുകൾ കൂടി അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. ആ ഒരു സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ 2016 ഗിരീഷ് മേക്കാട്ടിന് ലഭിച്ച വോട്ടുകൾ പോലും
ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിട്ടില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. എന്നാൽ ഏറെക്കുറെ ആ 2016 സ്ഥിതി അവർക്ക് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന് NDAക്ക് നിലമ്പൂരിൽ ആശ്വാസം ഉണ്ട്. 2021 TK അശോക് കുമാർ മത്സരിക്കുമ്പോൾ 8500 വോട്ടും 2025 ഉപതെരഞ്ഞെടുപ്പിൽ മോഹൻ ജോർജ് മത്സരിക്കുമ്പോൾ 8648 വോട്ടുമായിരുന്നു NDAക്ക് നിലമ്പൂരിൽ ലഭിച്ചിരുന്നത് എങ്കിൽ ഗിരീഷ് മേക്കാട് വീണ്ടും 2016 സമാനമായിക്കൊണ്ട് വോട്ട് വർധന ഒരു 3600ഓളം വോട്ടുകൾ വർദ്ധിപ്പിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് അവരുടെ ഒരു നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മാത്രമാണ് BJPയെ സംബന്ധിച്ച് ആശ്വാസം കൊള്ളാവുന്ന നിലമ്പൂരിലെ കാര്യം. വണ്ടൂർ മണ്ഡലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വണ്ടൂരിൽ NDAക്ക് വോട്ട് വലിയ തോതിൽ വോട്ട് ചോർന്നിരിക്കുന്നു, അല്ലെങ്കിൽ വോട്ട് കുറഞ്ഞിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും വണ്ടൂരിനെ സംബന്ധിച്ച്. കാരണം വണ്ടൂരിൽ 2021 ഡോക്ടർ PC വിജയൻ മത്സരിക്കുമ്പോൾ 7057 വോട്ടാണ് PC വിജയന് നേടാൻ സാധിച്ചത്. അത് ഇത്തവണ കുമാരദാസ്, NDAയുടെ ഘടകകക്ഷി കുമാരദാസ് മത്സരിച്ചപ്പോൾ 6018 വോട്ടായി മാറിയിരിക്കുന്നു. ഏകദേശം 1000 ചില്ലാനം വോട്ടുകളുടെ ഒരു കുറവ് അവർക്ക് വണ്ടൂരിൽ ഇത്തവണ വന്നിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ അവർ അവരുടെ ആ ഒരു 1000 വോട്ടുകളൊക്കെ ഈ ഒരു വലിയ സാഹചര്യത്തിൽ മാറ്റങ്ങൾ വരുന്നതും പുതിയ വോട്ടർ പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ മാറ്റങ്ങൾ വരുന്നതൊക്കെ സ്വാഭാവികമാണ്. എന്നിരുന്നാൽ പോലും വണ്ടൂരിലും വലിയ ഒരു 1000-ന്റെ വോട്ട് കുറവുണ്ട്. എന്നാൽ 2016 അവിടെ NDA 9471 വോട്ട് BJP വണ്ടൂരിൽ നേടിയിരുന്നു. അതാണ് അവരുടെ ഏറ്റവും വലിയ വോട്ട്. അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വണ്ടൂരിൽ വോട്ടുകൾ ഇത്തവണ കൂടുതൽ മുന്നേറ്റം നടത്താൻ NDAക്ക് വണ്ടൂരിൽ സാധിച്ചിട്ടില്ല. ഏറനാടിലും സ്ഥിതി അതുതന്നെയാണ്. 8728 വോട്ടാണ് ശ്രീപ്രകാശ് നേടിയിരിക്കുന്നത്. അപ്പോൾ ഈ 3 മണ്ഡലങ്ങളിലും NDAക്ക് വലിയ മുന്നേറ്റം നടത്താനൊന്നും സാധിച്ചിട്ടില്ല. പക്ഷേ അവർക്ക് അവരുടെ നിലവിലുള്ള വോട്ടുകൾ അതൊക്കെ നിലനിർത്താനും നിലമ്പൂരിൽ 2016 സ്ഥിതി അവർക്ക് നിലനിർത്തുവാനും സാധിച്ചിട്ടുണ്ട് എന്നത് ആശ്വാസകരമാണ്. അപ്പോൾ NDAക്ക് 3 മണ്ഡലങ്ങളിലും അവർക്ക് മുന്നേറ്റം ഉണ്ടായിട്ടില്ല എന്നത് വസ്തുതയാണ്. പക്ഷേ സ്ഥിതി നിലനിർത്തുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയം നേടിയതിന്റെ ആഹ്ലാദത്തിലാണ് വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ UDF പ്രവർത്തകർ. AP അനിൽകുമാറിന്റെ ഭൂരിപക്ഷം 47,939 വോട്ടാണ്. 2021 15,000 അടുത്ത് ഭൂരിപക്ഷം നേടിയ സ്ഥാനത്താണ് ഇത്തവണ വലിയ തോതിൽ വർധനവ് ഭൂരിപക്ഷത്തിൽ ഉണ്ടായിരിക്കുന്നത്. UDF ക്യാമ്പിന്റെ ഒറ്റക്കെട്ടായ പ്രവർത്തനവും AP അനിൽകുമാർ മണ്ഡലത്തിൽ നടത്തിയ അതിശക്തമായ പ്രചരണ പ്രവർത്തനങ്ങളുമാണ് ഈ വിജയത്തിലേക്ക് നയിച്ചത്. സംസ്ഥാന വ്യാപകമായുള്ള ഒരു UDF തരംഗത്തിൽ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായി ചുമതലയേറ്റ ശേഷം മത്സരിച്ച ഈ ഒരു തെരഞ്ഞെടുപ്പിൽ AP അനിൽകുമാറിന് വലിയ വിജയമാണ് വണ്ടൂരിലെ UDF പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വണ്ടൂർ ജനത നൽകിയിരിക്കുന്നത്. ഇതിന്റെ ആഹ്ലാദത്തിലാണ് വണ്ടൂർ എങ്ങുമുള്ള UDF പ്രവർത്തകർ. ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമെല്ലാം ആഹ്ലാദം ഇങ്ങനെ അലതല്ലുകയാണ്. കഴിഞ്ഞ ദിവസം ഫലം വന്നതിന് ശേഷം തുടങ്ങിയ ആഹ്ലാദ പ്രകടനങ്ങൾ കഴിഞ്ഞ ദിവസം രാത്രിയും നീണ്ടുനിന്നു. വലിയ ആഹ്ലാദത്തിലാണ്. കാരണം വലിയൊരു ഭൂരിപക്ഷമാണ് വണ്ടൂരിൽ ഇത്തവണ AP അനിൽകുമാർ നേടിയിരിക്കുന്നത്. എന്തായാലും വിജയിച്ച AP അനിൽകുമാർ അദ്ദേഹത്തെയും ആനയിച്ചുകൊണ്ട് പ്രവർത്തകർ വണ്ടൂർ ടൗണിൽ പ്രകടനം നടത്തി. ഒപ്പം വിവിധ ഗ്രാമമേഖലകളിലൊക്കെ കഴിഞ്ഞ ദിവസം പ്രകടനങ്ങൾ നടന്നു. തുറന്ന കാറിൽ വോട്ടർമാരെ അഭിവാദ്യം ചെയ്ത് നീങ്ങിയ AP അനിൽകുമാർ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയെ പൂമാലയിട്ടും പൊന്നാടയണിയിച്ചുമാണ് ജനങ്ങൾ സ്വീകരിച്ചത്. വാദ്യമേളങ്ങളൊക്കെ ഇതിൻ്റെ അകമ്പടിയായി ഉണ്ടായിരുന്നു. കവലകൾ തോറും UDF പ്രവർത്തകർ പടക്കം പൊട്ടിച്ചും മുദ്രാവാക്യം വിളിച്ചുമൊക്കെയാണ് ഈ ഒരു വിജയം ആഘോഷമാക്കിയത്. വണ്ടൂരിനെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയ ചർച്ചകൾ നടന്നൊരു മണ്ഡലമാണ് അത്. SC സംവരണ മണ്ഡലമാണ്. അവിടെ ഡോക്ടർ KK ദാമോദരൻ എന്ന സ്ഥാനാർത്ഥിയെ ഇറക്കിയാണ് ഇടതുപക്ഷം ഇത്തവണ ഒരു വെല്ലുവിളി ഉയർത്തിയത്. AP അനിൽകുമാറിനെതിരെ വലിയ പ്രചരണ പ്രവർത്തനങ്ങൾ നടന്നു. വാണിയമ്പലം മേൽപ്പാലത്തിൻ്റെതടക്കമുള്ള പ്രശ്നങ്ങൾ വലിയ തോതിൽ വണ്ടൂരിൽ ചർച്ചയായി. എന്നാൽ ആ വിവാദങ്ങളെയും ആ ആരോപണങ്ങളെയും ഒക്കെ അക്ഷരാർത്ഥത്തിൽ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് വണ്ടൂർ ജനത, അല്ലെങ്കിൽ വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലും കരുവാരകുണ്ട്, കാളികാവ്, തുവ്വൂർ, പോരൂർ, തിരുവാലി, വണ്ടൂർ, മമ്പാട് തുടങ്ങിയ ചോക്കാടടക്കമുള്ള ഗ്രാമപഞ്ചായത്തുകളിൽ തിളക്കമാർന്ന ഭൂരിപക്ഷം AP അനിൽകുമാറിന് UDF നേടിക്കൊടുത്തത്. എന്തായാലും വലിയ ഒരു വിജയമാണ് വണ്ടൂരിൽ നേടിയിരിക്കുന്നത്. ഇതിൻ്റെ ആഹ്ലാദത്തിൽ തന്നെയാണ് UDF ക്യാമ്പ്. വണ്ടൂരിനെ സംബന്ധിച്ച് 2011 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ആ മന്ത്രിസഭയിൽ ഒരു പ്രധാനപ്പെട്ട ടൂറിസം പിന്നോക്കക്ഷേമ വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്ത ഒരു മന്ത്രി കൂടിയാണ്, സാംസ്കാരിക വകുപ്പൊക്കെ കൈകാര്യം ചെയ്തൊരു മന്ത്രി കൂടിയാണ് AP അനിൽകുമാർ. ആ ഒരു സാഹചര്യത്തിൽ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായി അദ്ദേഹം പ്രവർത്തിക്കുന്ന ഈ ഒരു സമയത്ത് UDFിൻ്റെ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കൊക്കെ ജില്ലയിലടക്കം നേതൃത്വം വഹിച്ച പ്രധാന ചർച്ചകളിലൊക്കെ നിർണായകമായ സാന്നിധ്യമായി മാറിയ AP അനിൽകുമാർ ഇത്തവണയും മന്ത്രിസഭാ രൂപീകരണം
ക്രമീകരണത്തിൽ നിർണായക സ്ഥാനത്ത് നിർണായക വകുപ്പുമായി മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് വണ്ടൂരിലെ UDF പ്രവർത്തകർ ഇപ്പോൾ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നത്. അതിൽ മറ്റ് സംശയങ്ങൾക്കൊന്നും സാധ്യതയില്ല എന്ന് തന്നെയാണ് നമുക്കും വ്യക്തമാകുന്നത്. കാരണം ഏത് വകുപ്പാണ് ഇനി അനിൽകുമാറിന് ലഭിക്കാൻ പോകുന്നത്? ജില്ലയിലെ ഒരു കോൺഗ്രസിന്റെ ഒരു മുഖം കൂടിയായി മാറിയിരിക്കുകയാണ് AP അനിൽകുമാർ. അപ്പോൾ വലിയൊരു ഭൂരിപക്ഷത്തിൽ കൂടി വിജയിച്ചതോടുകൂടി നിർണായക വകുപ്പിലേക്ക് കൂടി സംസ്ഥാന സർക്കാരിന്റെ ഭരണകാര്യങ്ങളിലേക്ക് കൂടി ഇനി അദ്ദേഹം കടന്നു വരാൻ പോവുകയാണ്. വണ്ടൂരിൽ UDF ക്യാമ്പ് അത്യാവേശത്തിലും ആഹ്ലാദത്തിലുമാണ്. നിലമ്പൂർ ഷൊർണൂർ പാതയിൽ ട്രെയിൻ കടന്നു പോകവേ മേൽപ്പാലത്തിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു. തുവ്വൂർ കമാനത്തിന്റെ സംരക്ഷണ ഭിത്തിയാണ് തകർന്നത്. പുലർച്ചെ മെമു ട്രെയിൻ കടന്നു പോകുന്നതിനിടയിലായിരുന്നു അപകടം. സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് കരിങ്കൽ കെട്ടുകളടക്കം പാളത്തിലേക്ക് വീണു. ട്രെയിൻ കടന്നു പോകുന്നതിനിടയിലായതിനാൽ ഇത് വലിയൊരു അപകട സാധ്യത ആ സമയത്തുണ്ടാക്കി. സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണതോടുകൂടി ട്രെയിനിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പുലർച്ചെ 3:20 നിലമ്പൂരിൽ നിന്നും ഷൊർണൂരിലേക്കുള്ള മെമു ട്രെയിൻ കടന്നു പോകുന്നതിനിടയിലാണ് ഈ ഒരു അപകടം ഉണ്ടായത്. വാഹനങ്ങൾ കടന്നു പോകുന്ന മേൽപ്പാലമാണ് കമാനം. ഈ കമാനത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി മണ്ണിടിഞ്ഞു വീഴുന്നതിന് വേണ്ടി കെട്ടിയ കരിങ്കൽ സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞ് പാളത്തിലേക്ക് വീണത്. വലിയ ആശങ്കകൾക്ക് ആ സമയം അവിടെ ആശങ്കകൾ സൃഷ്ടിച്ചു. വലിയൊരു അപകട സാധ്യതയുണ്ടായിരുന്നു. ട്രെയിൻ കടന്നു പോകുന്ന ഒരു സമയമായതിനാൽ വലിയ അപകട സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ വലിയ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചതാണ് ഈ ഒരു തുവൂർ കമാനം എന്നാണ് അറിയുന്നത്. ആ ഒരു രീതിയിൽ ആ കാലഘട്ടത്തിലുള്ളൊരു നിർമ്മിതിയാണ്. അത് പിന്നീട് അങ്ങനെ കേടുപാടുകളൊക്കെ മാറ്റി അങ്ങനെ പോരുന്നൊരു സാഹചര്യമാണ്. അറ്റകുറ്റപ്പണിയൊക്കെ നടത്തിപ്പോരുന്നൊരു സാഹചര്യമാണ്. എന്തായാലും ആ പാളത്തിലേക്ക് ഈ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് കരിങ്കൽ കെട്ടുകളടക്കം വീണത് വലിയൊരു ആശങ്ക സൃഷ്ടിച്ചിരുന്നു. പിന്നീട് ഇവയെല്ലാം നീക്കിയതിനു ശേഷമാണ് ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഈ ഒരു അപകടത്തോടുകൂടി പാതയിലെ ട്രെയിൻ ഗതാഗതത്തിൻ്റെ ക്രമീകരണത്തെയും ഇത് ഏറെ നേരം ബാധിച്ചു. ഇനി മറ്റൊരു വാർത്തയിലേക്കാണ്. ഗ്യാസ് വില വർധനവിനെതിരെ KHRA പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, കൂൾ ബാർ, കാറ്ററിംഗ് സർവീസുകൾ എന്നിവ വ്യാപകമായി ബുധനാഴ്ച അടച്ചിടുമെന്ന് അവരറിയിക്കുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി, വ്യാപാരി സമിതി, ബേക്കേഴ്സ് അസോസിയേഷൻ എന്നിവയുടെ പിന്തുണയിലാണ് ഈ സമരം സംഘടിപ്പിക്കുന്നത്. 24 മണിക്കൂറാണ് സമരം. അപ്പോൾ ഈ വരുന്ന ബുധനാഴ്ച ഹോട്ടലുകൾ ഉണ്ടായിരിക്കില്ല എന്നാണ് അറിയിക്കുന്നത്. അടിക്കടി ഉണ്ടാകുന്ന വില വർധനവ് ഹോട്ടൽ വ്യവസായ മേഖലയെ തന്നെ തകർക്കുകയാണെന്നും അടിയന്തരമായി ഭരണാധികാരികൾ ഇടപെടണമെന്നും യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു. എല്ലാ ഹോട്ടലും, റെസ്റ്റോറൻറ്റും, കഫേസും, കൂൾബാറും എല്ലാം 24 അവർ 24 മണിക്കൂറും അടച്ചിട്ട് നമ്മളെ പ്രതിഷേധം അറിയിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്കറിയാം, ഈ ഒരു 6 മാസത്തിൽ 1300 ചില്ലാനാണ് ഗ്യാസിന്, ഒരു കൊമേഴ്ഷ്യൽ ഗ്യാസിന് റേറ്റ് കൂടിയത്. ഇപ്പോൾ 2 ദിവസം മുമ്പ് വീണ്ടും 1000 കൂടി. അപ്പോൾ ഹോട്ടൽ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഹോട്ടലുകാരൊക്കെ നല്ല പ്രതിസന്ധിയിലാണ്. കുറേ കാലം തൊഴിലാളി പ്രശ്നങ്ങൾ, അതിന് ശേഷം ഗ്യാസും ഇനി പെട്രോളിൻ്റെ വില കൂടിയാൽ വീണ്ടും നമുക്ക് അതിൻ്റെ ബൈ പ്രൊഡക്ട്സിന് ഒരുപാട് സാധനങ്ങൾ വില കൂടാൻ പോവാണ്. അപ്പോൾ നമ്മൾ മേഖല സത്യം പറഞ്ഞാൽ വലിയൊരു പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധി നമ്മൾ അതിൻ്റെ പ്രതിഷേധമാണ് നാളെ ശരിക്കും അറിയിക്കാൻ പോകുന്നത്. നാളെ മറ്റന്നാൾ നമ്മൾ വില കൂട്ടുകയോ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇത് വില കൂട്ടിയേ അടങ്ങുള്ളൂ. കാരണം ഇനി വില കൂട്ടിയാൽ തന്നെ എത്രത്തോളം അത് ഉപഭോക്താക്കൾക്ക്, കസ്റ്റമേഴ്സിന് എത്രത്തോളം അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുള്ളതിനൊക്കെ നമുക്ക് ഒരുപാട് ആശങ്കയുണ്ട്. പക്ഷെ നമുക്ക് കൂട്ടില്ല, നിവർത്തില്ലാത്ത ലെവലിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. അപ്പം നാളെ ഇതിൻ്റെ പ്രതിഷേധമായിട്ട് എല്ലാവരും വണ്ടൂർ യൂണിറ്റിലും ബാക്കിയുള്ള സംസ്ഥാന ലെവലിൽ എല്ലാവരും അടഞ്ഞ് പ്രതിഷേധം അറിയിക്കുന്നതാണ്. 1TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. Pittapillil Agencies, the most trusted name in TV, mobiles and appliances. വെള്ളിയന്തോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോവും. ഹൈ സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ്. ഹൈ സ്ലീപ്പ് മാട്രസ്. വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കും. സീറ്റ് ലിമിറ്റ് ആവുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ, മലപ്പുറം. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.
CNG റോഡിൽ നിലമ്പൂർ പോസ്റ്റ് ഓഫീസിന് മുൻവശം കല്ലായി ആർക്കേഡ് എന്ന ബിസിനസ് സമുച്ചയത്തിൽ ഓഫീസുകൾക്കും ഷോപ്പുകൾക്കും അനുയോജ്യമായ റൂം ഒഴിവുകൾ. ഗ്രൗണ്ട് ഫ്ലോറിൽ 1500 സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോറിൽ 2500 സ്ക്വയർ ഫീറ്റും റൂഫിൽ 6500 സ്ക്വയർ ഫീറ്റും ഒഴിഞ്ഞുകിടക്കുന്നു. നിലവിലെ ഒഴിവുകളിൽ താല്പര്യമുള്ളവർ 7306105147 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢവിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷെർഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെർഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875.